സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഈ അടുത്തായിട്ട് നടന്ന LGS ലെവൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ PSC അതിൻ്റെ ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നോക്കി പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 57/2024. അടുത്ത പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനുമായിട്ടും ചെയ്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ദാദാഭായ് നവറോജിയുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. ഇതില് ദാദാഭായ് നവറോജിയുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തെ പ്രസ്താവനയാണ് ബന്ധമില്ലാത്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരാണ്? AO ഹ്യൂം ആണ്. അപ്പൊ ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം ആരുടേതാണ്? ദാദാഭായ് നവറോജിയുടേതാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ബാലഗംഗാധര തിലകനാണ്. ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ. താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നു. കർഷകരുടെ ദുരിതങ്ങൾ, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപായിമാരുടെ ദുരിതങ്ങൾ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവ എല്ലാം കാരണമാണ്. ഏതൊക്കെയാണ്? കർഷകരുടെ ദുരിതങ്ങൾ, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപ്പായിമാരുടെ ദുരിതങ്ങൾ. ഇവയെല്ലാം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെട്ടത് ആരാണ്? അരുണ ആസഫ് അലിയാണ്. അരുണ ആസഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെൻ ആണ്. സൂര്യസെൻ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? സൂര്യസെൻ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ഏത് കലാപവുമായിട്ടാണ്? മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്ന പ്രസ്താവനകൾ നോക്കാം. മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു. കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന്റെ കാരണം. മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം എന്താണ് ചോദ്യം. ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4. ഈ 4 പ്രസ്താവനകളും മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകളാണ്. മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നത് മലബാർ കലാപമാണ്. ശരിയാണ്. മലബാർ സ്പെഷ്യൽ പോലീസ് സേന എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ, മലബാർ കലാപങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന്റെ കാരണം. ഇതെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുക. കാലഗണന അനുസരിച്ച്
തന്നിരിക്കുന്നത് കുണ്ടറ വിളംബരം, നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ, ഗുരുവായൂർ സത്യാഗ്രഹം. കുണ്ടറ വിളംബരം ഏതാണ്? 1809 നിവർത്തന പ്രക്ഷോഭം 1932 മലയാളി മെമ്മോറിയൽ 1891 ഗുരുവായൂർ സത്യാഗ്രഹം 1931-32 കാലയളവിലാണ് നടത്തുന്നത്. അപ്പം കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. കുണ്ടറ വിളംബരം, മലയാളി മെമ്മോറിയൽ, ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം. അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നവോത്ഥാന നായകർ ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്നു, സംഘടനകൾ റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്നു. അയ്യങ്കാളി, പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ, വാഗ്ഭടാനന്ദൻ, വൈകുണ്ഠ സ്വാമികൾ എന്നതാണ് തന്നിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് ആരാണ്? പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനാണ്. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം ആരുടേതാണ്? വാഗ്ഭടാനന്ദൻ. വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം. ഒന്നും കൂടി, അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാണ്? വേദാധികാര നിരൂപണമാണ്. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? തന്നിരിക്കുന്ന പ്രസ്താവനകൾ: വൈക്കം സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭം. ടി.കെ. മാധവൻ നേതൃത്വം നൽകി. എ.കെ. ഗോപാലൻ വാളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു. മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചു. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 4 എന്നിവ ശരിയാണ്. 1, 2, 4. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭം ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. ശരിയാണ്. ടി.കെ. മാധവൻ നേതൃത്വം നൽകിയെന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. മന്നത്തു പത്മനാഭൻ സവർണ ജാഥ നയിച്ചത് ഏത് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ്? വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ശരിയാണ്. എ.കെ. ഗോപാലൻ വളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത്. 1950 ജനുവരി 26. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 86ാമത്തെ ഭരണഘടനാ ഭേദഗതി 2002. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതു ഭാഗത്തിലാണ്?
ഭാഗം 4A ഭാഗം 4A മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് തന്നിരിക്കുന്നത് സ്വത്തവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വത്തവകാശമാണ് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? എഴുതപ്പെടാത്ത ഭരണഘടന ഉള്ളത് ബ്രിട്ടനാണ് എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത്. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് D.Y. ചന്ദ്രചൂഡാണ്. ജസ്റ്റിസ് D.Y. ചന്ദ്രചൂഡാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് D.Y. ചന്ദ്രചൂഡ്. അടുത്ത ചോദ്യം, നിലവിലെ ലോകസഭാ സ്പീക്കർ ആരാണ്? നിലവിലെ ലോകസഭാ സ്പീക്കർ ഓം ബിർളയാണ് നിലവിലെ ലോകസഭാ സ്പീക്കർ ഓം ബിർള. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ VP മേനോനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ? VP മേനോനെ കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. 1952 ആസാമിൽ ഗവർണറായിട്ട് ചുമതലയേറ്റു. VP മേനോനെ കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ബി ആണ് ഉത്തരം. എയും സിയുമാണ് VP മേനോനെ കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി ആരാണ്? VP മേനോനാണ്. അതുപോലെ ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? VP മേനോനാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ 1961 വരെ പോർച്ചുഗലിന്റെ അധീനതയിൽ ആയിരുന്ന പ്രദേശം ഏത്? ഗോവ. താഴെ തന്നിരിക്കുന്നവയിൽ 1961 വരെ പോർച്ചുഗലിന്റെ അധീനതയിൽ ആയിരുന്ന പ്രദേശം ഗോവ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി ആര്? ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? തുമ്പയാണ്. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി ആരാണ്? വിക്രം സാരാഭായി ആണ്. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി ആരാണ്? വിക്രം സാരാഭായി. ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത്? ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ്? റഷ്യയുടെ സഹായത്തോടെയാണ്. റഷ്യ. 12ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടത്. 12ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? സുസ്ഥിര വികസനമാണ്. 12ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടത് സുസ്ഥിര വികസനം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കേരള സർക്കാരിന്റെ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏവ? കേരള സർക്കാരിന്റെ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് സഞ്ജയ നൽകുന്ന സേവനങ്ങളാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാം. ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, കെട്ടിട നികുതി അടയ്ക്കൽ. സഞ്ജയ നൽകുന്ന സേവനങ്ങൾ. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി ഏതാണ്? സേഫ് കേരളയാണ്. സേഫ് കേരള.
ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. താഴെ നൽകിയിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാമാണ്? പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഓപ്ഷൻ ബി ആണ് 2 മാത്രം. നർമ്മദ, താപ്തി എന്നിവയാണ് ഉപദ്വീപീയ നദികളിൽ തന്നിരിക്കുന്നത് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ. നർമ്മദ, താപ്തി. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 1 പ്രോജക്ട് ഡയറക്ടറാണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3 പ്രോജക്ട് ഡയറക്ടർ ചന്ദ്രയാൻ 3 ഓപ്ഷൻ എ ആണ് ഡോക്ടർ പി വീരമുത്തുവേലാണ്. അപ്പം ചന്ദ്രയാൻ 1 പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു? അണ്ണാദുരൈ. ചന്ദ്രയാൻ 3 പ്രോജക്ട് ഡയറക്ടർ ആരാണ്? ഡോക്ടർ പി വീരമുത്തുവേൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്കാവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം. കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്കാവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം ഏതാണ്? ഓപ്ഷൻ സി ആണ് നീർവാഴ്ചയുള്ള മണ്ണാണ് ഏലത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്രപരമായ ഘടകം. നീർവാഴ്ചയുള്ള മണ്ണ്. അടുത്ത ചോദ്യം, അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത്. അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആന്ധ്രാപ്രദേശ് ആണ്. ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്കും 37 ഡിഗ്രി 6 മിനിറ്റ് വടക്കുമാണ്. 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക്, 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക്. അടുത്ത ചോദ്യം, ഗംഗാ നദിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന. ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വെള്ളവും വളവും കണികാരൂപത്തിൽ ട്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി. വെള്ളവും വളവും കണികാരൂപത്തിൽ ട്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ. ഫെർട്ടിഗേഷൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഫെർട്ടിഗേഷൻ. വെള്ളവും വളവും കണികാരൂപത്തിൽ ട്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ. അടുത്ത ചോദ്യം, മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത്. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ്. വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ് മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന് അറിയപ്പെടുന്നത്. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത്? തന്നിരിക്കുന്നത് നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ. ഭാരതപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ഈ പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഏതാണ്? പെരിയാറാണ്. നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ശരിയാണ്. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നുമാണ്? ആനമലയിൽ നിന്നുമാണ്. ശരിയാണ്. മാമാങ്കം നടന്നിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ശരിയാണ്. അടുത്ത ചോദ്യം, 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി. 2023 വയലാർ അവാർഡിന് അർഹനായത് ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. ശ്രീകുമാരൻ തമ്പി വയലാർ അവാർഡ് 2023. കൃതി ഏതാണ്? ജീവിതം ഒരു പെൻഡുലമാണ്. ജീവിതം ഒരു പെൻഡുലം. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമായിട്ട് ആചരിക്കുന്നു? ചെറുധാന്യ വർഷം അല്ലെങ്കിൽ മില്ലറ്റ് ഇയർ ആയിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന 2023 ആചരിച്ചത്. ചെറുധാന്യ വർഷം. 2024 ഒട്ടക വർഷമായിട്ടാണ് ആചരിക്കുന്നത്. ഒട്ടക വർഷം. അടുത്ത ചോദ്യം, പെരിയാറിന്റെ പോഷക നദികൾ ഏതെല്ലാം? പെരിയാറിന്റെ പോഷക നദികൾ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 4. മുതിരമ്പുഴ, പെരിഞ്ചാംകുട്ടിയാർ, കട്ടപ്പനയാർ. പെരിയാറിന്റെ പോഷക നദികൾ ഏതെല്ലാം? മുതിരമ്പുഴ, പെരിഞ്ചാംകുട്ടിയാർ, കട്ടപ്പനയാർ. അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുവാനാണ്. പട്ടിക 1, പട്ടിക 2.
പട്ടിക 1 തന്നിരിക്കുന്നത് വന്യജീവി സങ്കേതങ്ങളാണ്. പട്ടിക 2 തന്നിരിക്കുന്നത് അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളാണ്. അപ്പോൾ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വന്യജീവി സങ്കേതങ്ങൾ തന്നിരിക്കുന്നത് നെയ്യാർ, ചെന്തരുണി, കരിമ്പുഴ, കൊട്ടിയൂർ എന്നിവയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. നെയ്യാർ തിരുവനന്തപുരം ജില്ല, ചെന്തരുണി കൊല്ലം ജില്ല, കരിമ്പുഴ മലപ്പുറം, കൊട്ടിയൂർ കണ്ണൂർ. അടുത്ത ചോദ്യം, 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർ എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. mRNA വാക്സിൻ വികസിപ്പിച്ചതിനാണ്. mRNA വാക്സിൻ വികസിപ്പിച്ചതിന് ആർക്കൊക്കെയാണ്? ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ. ഇരവികുളം ദേശീയോദ്യാനവുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവനകൾ വായിക്കാം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം 1978 നിലവിൽ വന്നു. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിലും അറിയപ്പെടുന്നു. തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ്. തേക്കടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? വരയാടുകളാണ്. നിലവിൽ വന്നത് 1978. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏത്? കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് പോത്തുങ്കലാണ്. പോത്തുങ്കൽ പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത്. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട്ടു കായലിലാണ്. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? വേമ്പനാട്ട് കായലിലാണ്. മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതെന്ന് താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും കണ്ടെത്തുക. എവിടെയാണോ? മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1 മാത്രമാണ്. പള്ളിവാസലും ചെങ്കുളവുമാണ്. പള്ളിവാസൽ, ചെങ്കുളം എന്നീ ജലവൈദ്യുത നിലയങ്ങളാണ് മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്നത്. പള്ളിവാസൽ, ചെങ്കുളം. കേരളത്തിലെ തീരപ്രദേശത്തിന്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. തീരപ്രദേശത്തിന്റെ തന്നിരിക്കുന്നത് ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ്, സഹ്യപർവ്വതനിരയുടെ ഭാഗം, റബ്ബർ ധാരാളമായി കൃഷി ചെയ്യുന്ന സ്ഥലം, സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശം. കേരളത്തിലെ തീരപ്രദേശത്തിന്റെ പ്രത്യേകതകളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1 മാത്രമാണ്. ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ് എന്നതാണ് തീരപ്രദേശത്തിലെ മണ്ണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി. കേരളത്തിലെ തീരപ്രദേശത്തിന്റെ പ്രത്യേകതകൾ. അടുത്തത്, ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം. ഇന്ത്യയിലെ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായിട്ട് നടപ്പാക്കിയത് തമിഴ്നാടാണ്. തമിഴ്നാട്. ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. താഴെ എഴുതിയവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ്. സുന്ദർബൻ ഡെൽറ്റയാണ്. ഡെൽറ്റ. ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കാലാവസ്ഥ വ്യതിയാനമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കാലാവസ്ഥ വ്യതിയാനം. ഡിസംബർ 1 എവിടെ വെച്ചാണ്? ദുബായിൽ വെച്ച് നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കാലാവസ്ഥ വ്യതിയാനം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം എത്രയാണ്?
11 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. മൗലിക അവകാശങ്ങൾ എത്രയാണ്? 6. കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി യാത്ര തിരൂർ ബേപ്പൂർ ആണ്. തിരൂർ ബേപ്പൂർ. കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു? തിരൂർ ബേപ്പൂർ. ലാക്ടോമീറ്റർ താഴെ പറയുന്നവയിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ലാക്ടോമീറ്റർ പാലാണ്. പാല്. ലാക്ടോ മീറ്റർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പാല്. UK, ഇന്ത്യ, കെനിയ ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകത എന്ത്? UK, ഇന്ത്യ, കെനിയ ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകത കോമൺവെൽത്ത് രാജ്യങ്ങളാണ്. കോമൺവെൽത്ത് രാജ്യങ്ങളാണ് UK, ഇന്ത്യ, കെനിയ. ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീഥേൻ, നൈട്രജൻ. ഇതിൽ ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത് നൈട്രജൻ ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഹരിതഗൃഹവാതകമാണ്. നൈട്രസ് ഓക്സൈഡ് ഹരിതഗൃഹവാതകമാണ്. മീഥേൻ ഹരിതഗൃഹവാതകമാണ്. അടുത്ത ചോദ്യം, INA-യുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാം? INA സുഭാഷ് ചന്ദ്രബോസ്, ക്യാപ്റ്റൻ ലക്ഷ്മി എന്നിവരാണ്. സുഭാഷ് ചന്ദ്രബോസ്, ക്യാപ്റ്റൻ ലക്ഷ്മി. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം ഏത്? അതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം തിരിച്ചറിയുക. അസ്ഥികളുടെ ആരോഗ്യത്തിന് ഏതാണ്? ജീവകം D ആണ്. ജീവകം ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് കണ. ഓപ്ഷൻ സി ആണ് ഉത്തരം. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച. നെല്ലാണ്. നെല്ല്. കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്ന്. കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്ന് പറമ്പിക്കുളമാണ്. പറമ്പിക്കുളം കടുവ സംരക്ഷണ കേന്ദ്രമാണ്. പറമ്പിക്കുളം കടുവ സംരക്ഷണ കേന്ദ്രം. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ്. രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും. മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് വൃക്കകളും കരളും. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1, 2, 3 ശരിയാണ്, 4 തെറ്റാണ്. 4 തെറ്റാണ്. മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ്. ശരിയാണ്. രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും. ശരിയാണ്. മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. ശരിയാണ്. അടുത്ത ചോദ്യം, 2023 കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത്? 2023 നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? കോഴിക്കോടാണ്. കോഴിക്കോട്. പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീട നിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്നത് മിത്രകീടങ്ങൾ, ഉറുമ്പുപൊടി, വേപ്പിൻ കുരുസത്ത്, വെളുത്തുള്ളി മിശ്രിതം. ഇതിൽ മാർഗങ്ങളിൽ പെടാത്തത് പരിസ്ഥിതി സൗഹാർദ്ദമായ കീട നിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഉറുമ്പുപൊടിയാണ്. അടുത്ത ചോദ്യം, വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷക ലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷി രീതിയാണ് എയറോപോണിക്സ്. വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷക ലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷി രീതിയാണ് എയറോപോണിക്സ്. ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. തന്നിരിക്കുന്നു, ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1,
3 ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് ശരിയാണ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്? ഓപ്ഷൻ എ ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. ഇരുമ്പിന്റെ അയിരേത്? ഇരുമ്പിന്റെ അയിര് ഹേമറ്റൈറ്റ്. ഇരുമ്പിന്റെ അയിരേതാണ് ഹേമറ്റൈറ്റ്. പാരപ്പെറ്റിൽ വച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജമാറ്റം എന്ത്? പാരപ്പെറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജമാറ്റം. ഓപ്ഷൻ സി ആണ് ഗതികോർജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജം കുറയുന്നു. ഗതികോർജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജം കുറയുന്നു. ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? INS മഹേന്ദ്രഗിരി. ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പൽ ഏതാണ്? INS മഹേന്ദ്രഗിരി. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ഒഡീഷയിലെയാണ്. ഒഡീഷ. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം സ്പെയിൻ ആണ്. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം സ്പെയിൻ. താഴെ തന്നിരിക്കുന്നവയിൽ വിസർജനാവയവം അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നത് വൃക്ക, ഹൃദയം, ത്വക്ക്, ശ്വാസകോശം എന്നിവയാണ്. ഇതിൽ വിസർജനാവയവം അല്ലാത്തത് ഹൃദയമാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം. വൈറസ് മൂലമുണ്ടാകുന്നത് എയ്ഡ്സ് ആണ്. പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ എംഫിസിമയാണ്. പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണ് എംഫിസിമ. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് എൽസ. പദ്ധതിയുടെ പേര് എൽസ. 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക. 2023 പരിസ്ഥിതി ദിന സന്ദേശം പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക. ദഹന ഫലമായി പ്രോട്ടീൻ വിഘടിപ്പിച്ചുണ്ടാകുന്ന ലഘു ഘടകം ഏതാണ്? പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ലഘു ഘടകം അമിനോ ആസിഡ് ആണ്. അമിനോ ആസിഡ്. വിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാക്കുന്ന അറ്റ്ലസ് ഫുട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏത്? ഫംഗസ് ആണ്. ഫംഗസ്. അറ്റ്ലസ് ഫുട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ഫംഗസ്. പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നതാണ്? ഇൻസുലിൻ. ഇൻസുലിന്റെ ഉൽപാദനം കുറയുന്നതാണ് പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ്? കക്കോടിയാണ്. കോഴിക്കോട് ജില്ലയിലെ കക്കോടി. ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയെ പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രമാണ് കക്കോടി, കോഴിക്കോട് ജില്ല. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ട പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞൻ.
ഡോക്ടർ എസ് സ്വാമിനാഥനാണ്. ഡോക്ടർ എസ് സ്വാമിനാഥൻ. ഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്തരം ഏതാണ്? ഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്നത് പെരിക്കാർഡിയമാണ്. പെരിക്കാർഡിയം. ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ. ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിനാണ് BCG. ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം അല്ലെങ്കിൽ സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം അല്ലെങ്കിൽ സോയിൽ മ്യൂസിയം എവിടെയാണ്? ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരത്താണ്. ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 81ാമത്തെ ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 8%. 82. ഓപ്ഷൻ എ 18. 83. ഓപ്ഷൻ സി 312 കിലോമീറ്റർ. 84. ഓപ്ഷൻ സി 45. 85. ഓപ്ഷൻ എ ആണ് ഉത്തരം, ത്രികോണം. 86. ഓപ്ഷൻ സി 17 മീറ്റർ. 87. ഓപ്ഷൻ സി 10. 88. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 20. 89. ഓപ്ഷൻ ഡി 8. 90 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 90ന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 11. 91ാമത്തെ ചോദ്യമാണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. 92 ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് 42. 93 ഓപ്ഷൻ സി ആണ് 1/4. 94 ഓപ്ഷൻ ബി 5. 95 ഉത്തരം ഓപ്ഷൻ എ ആണ് 12. 96 ഓപ്ഷൻ സി 102. 97 ഓപ്ഷൻ ഡി ആണ് 0.25. 98 ഓപ്ഷൻ ഡി ആണ് 92. 99 ഓപ്ഷൻ എ ആണ് 11². അവസാനത്തെ ചോദ്യം 100ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് 88. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.